ഇന്ന് നമ്മൾ കാണാൻ പോണത് അമ്മയുടെ അടുത്ത അടിപൊളി റെസിപ്പിയാണ്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടല്ലേ ഉണ്ടാക്കണമെന്ന്? ഇതിലിത്തിരി ഉപ്പും കൂടി ഇടണം. ഓക്കെ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. അത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള ഒരു കിടിലം ഐറ്റം. പേരെന്താ? ഉപ്പും പുളിയും ചാലിച്ചത്. നമുക്ക് കൂട്ടാനൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി അല്ലേ? ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. നമുക്ക് ചൂട് ചോറും ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആദ്യം ചുട്ടിടുക. ചൂടാക്കാം. ഓക്കെ. കൈ പൊള്ളൂല? ഇല്ല ഇല്ല. ഇത് ഞങ്ങള് വൈകുന്നേരമൊക്കെ കറികൾ ഇത്തിരി കുറവാണെന്നുണ്ടെങ്കിലേ അപ്പൊ ഞങ്ങള് ഇത് കുറച്ച് അങ്ങനെ അന്നൊക്കെ ആണെങ്കിൽ കുറെ അധികം ആൾക്കാരുണ്ടാവും. അപ്പൊ ഇത്തിരി കൂടി കൂടുതലെടുക്കും. അപ്പൊ നമ്മള് കുറച്ച് പേരല്ലേ ഉള്ളൂ. നല്ല ചുട്ട മണം വരുന്നുണ്ട്, ഒരു എരിവിന്റെ മണം. നമുക്ക് ചതയ്ക്കാം. ഓക്കെ. ചതയ്ക്കാൻ മിക്സിയിലിട്ട് അടിക്കല്ലോ ചെയ്യണേ? അടിക്കണമെങ്കിൽ അടിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ചതച്ചിട്ടൊന്ന് ചതച്ച്. ഈ പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കണം അല്ലേ? ഇതിലേക്ക് പുളി ഇടുക, നമ്മൾ ചുട്ട് വെച്ച മുളക്. അപ്പൊ ഈ മുളക് ചതക്കണ്ടേ? മുളക് ചതക്കണ്ട. മുളക് നമ്മളിങ്ങനെ നല്ലോണം തിരുമ്പണം. ഓക്കെ. അതിലേക്ക് ഉപ്പ്, ചുപ്പിടുക, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക. അത് നമ്മൾ കൈകൊണ്ട് നല്ലോണം ഉടച്ചെടുക്കുക. പുളിയും വെളിച്ചെണ്ണയും ഉപ്പും ഉള്ളിയും എല്ലാം കൂടി അതിൻ്റെ ആ നീരെല്ലാം കൂടി ഇങ്ങനെ ഇറങ്ങാൻ പാകത്തിന് നല്ലോണം ഉടച്ചെടുക്കുക. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇതില് നല്ല ചൂടുള്ള കഞ്ഞി ഉണ്ടല്ലേ, അന്ന് വൈകുന്നേരം എല്ലാവരും അധികം ആൾക്കാർക്കൊക്കെ ചോറ് രണ്ടാമതൊക്കെ വയ്ക്കേണ്ടി വരുമല്ലോ. അപ്പൊ നല്ല ചൂടുള്ള കഞ്ഞിയാണ് വയ്ക്കുന്നുണ്ട്. അപ്പൊ നല്ല ചൂടുള്ള കഞ്ഞികളാകുമ്പോ ഈ പുളിയൊക്കെ നല്ലോണം ചാലിച്ച് ഇതിലിങ്ങനെ ഇങ്ങനെ നല്ല കുറുകുറുന്നനെയും കുറച്ചുകൂടി കട്ടിയിൽ വരും. ഇതിപ്പോ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കിപ്പോ കുറച്ച് പേരല്ലേ ഉള്ളൂ. അതേ കണ്ടോ, ഇതെങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഊണ് കഴിക്കാം. ഇതിൽ വേറെ ഒന്നും ചേർക്കണ്ട. ഇനി ഇത് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ ഊണ് കഴിക്കാം. എന്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഇതെനിക്ക് അമ്മ ഒരു തവണ ഉണ്ടാക്കി തന്നതാ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയാണ് ഇരിക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പാകത്തിന് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അത് ഒഴിക്കണ്ട. ഉണ്ടോ? ടീസ്പൂൺ ഇത്ര ഒഴിച്ചാൽ മതി. ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇത് ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഉപ്പും പുളിയും ചാലിച്ചത്. അടിപൊളി ടേസ്റ്റില്ലേ? ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. കുറച്ചും കൂടി വേണ്ട വരുന്നല്ലേ? വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇതേമാതിരി തന്നെ കഴിക്കാം. ഇത് നല്ല ചൂടുള്ള ചോറും ഇതും കൂടി മാത്രമേ ഒന്നും വേണ്ട വേറെ. നല്ല അടിപൊളി ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. ലവ് യു. സൈനോര.